My dear children, how are you? Hope that all are doing well. Today we are going to study the world around us. Worksheet number 4. Let's write sentences using these or those. These അല്ലെങ്കിൽ those ഉപയോഗിച്ച് നമുക്ക് ഈ സെൻറ്റൻസുകൾ എഴുതാം. These are crows. These എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അടുത്തുള്ള സാധനങ്ങളെ സൂചിപ്പിക്കാനാണ് അല്ലേ? These are crows. ഇനി ഡക്സ് ഇത്തിരി ദൂരെയാണ്, അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ദോസ്. ദൂരെയുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എന്ത് വാക്കാണ്? ദോസ്. ദോസ് ആർ ഡക്സ്. ദീസ് ആർ ക്രോസ്. ദോസ് ആർ ഡക്സ്. ദെൻ നെക്സ്റ്റ് വൺ, ദീസ് ആർ ഹെൻസ്. ഹെൻസ് അടുത്താണ് അല്ലേ? അപ്പോൾ നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കും? ദീസ്. ദീസ് ആർ ഹെൻസ്. ഇനി ദൂരെയുള്ളത് എന്താണ്? പാരറ്റ്സ്. അപ്പോൾ അതെങ്ങനെ എഴുതും നമ്മൾ? ദോസ് ആർ പാരറ്റ്സ്. ദീസ് ആർ ഹെൻസ്. ദോസ് ആർ പാരറ്റ്സ്. ദെൻ നെക്സ്റ്റ് വൺ, ദീസ് ആർ പീകോക്സ്. പീകോക്സിനെ അടുത്താണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? ദീസ് ആർ പീകോക്സ്. ദെൻ ദോസ് ആർ ക്രെയിൻസ്. ക്രെയിൻസ് അല്പാകലെയാണ് കാണുന്നത്, അപ്പോൾ നമ്മളെങ്ങനെ പറയും അതിനെ? യെസ്, ദോസ്. ദോസ് ആർ ക്രെയിൻസ്. Then next page number 40, worksheet number 5. Let's make sentences. നമ്മൾ പഠിച്ച വാക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇനി ഇവ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റൻസുകൾ ഉണ്ടാക്കണം അല്ലേ? എങ്ങനെയെല്ലാം എഴുതാൻ പറ്റും നമുക്ക് നോക്കിക്കോ. ദിസ് ഇസ് എ പിജിയൺ. ദാറ്റ് ഈസ് എ പിജിയൺ. These are pigeons. Those are pigeons. അപ്പോൾ അടുത്തുള്ളതിനെ സൂചിപ്പിക്കാൻ ദിസും ദീസും ഉപയോഗിക്കാം അല്ലേ? ദൂരെയുള്ളതിനെ സൂചിപ്പിക്കാൻ ദാറ്റും ദോസും ഉപയോഗിക്കും. ഇനി സിംഗിളാണെങ്കിൽ, ഒറ്റയാണെങ്കിൽ ഏത് വാക്ക് ഉപയോഗിക്കും? ഈസേ ഉപയോഗിക്കും അല്ലേ? ഇനി കൂടുതലുണ്ടെങ്കിലോ ഏത് വാക്ക് ഉപയോഗിക്കും? ആർ ഉപയോഗിക്കും. അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിവിടെ സെൻറ്റൻസുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ച് എഴുതണേ അത്. ദിസ് ഇസ് എ പീജിയൺ. ദാറ്റ് ഈസ് എ പീജിയൺ. ദീസ് ആർ പീജിയൺസ്. ദോസ് ആർ പീജിയൺസ്. ദിസ് ഇസ് എ സ്പാരോ. ദാറ്റ് ഈസ് എ സ്പാരോ. ദീസ് ആർ സ്പാരോസ്. ദോസ് ആർ sparrows. I will say once more. This is a pigeon. That is a pigeon. These are pigeons. Those are pigeons. This is a sparrow. That is a sparrow. These are sparrows. Those are sparrows. Then page number 41. Worksheet number 6. Let's fill in the blanks. Can, can't. എന്താണ് ക്യാനിൻ്റെയും കാണ്ടിൻ്റെയും അർത്ഥം? ക്യാൻ എന്താണ്? ക്യാൻ, ഐ ക്യാൻ, എനിക്ക് കഴിയും അല്ലേ? ഐ ക്യാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിയുന്ന കാര്യങ്ങൾ. ഐ കാണ്ട് എന്താണ്? ഐ കാണ്ട്, എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ അല്ലേ? ഇവിടെ കുറച്ച് ബേർഡ്സിൻ്റെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അവയ്ക്ക് കഴിയുന്നവയും കഴിയാത്തവയും എഴുതാനാണ് അല്ലേ? ഓക്കെ, ആദ്യത്തേത് ആരാണ്? ക്രോ. ഐ ക്യാൻ ഫ്ലൈ. ഐ കാൺ സ്വിം. ക്രോയ്ക്ക് പറക്കാൻ കഴിയും, പക്ഷേ നീന്താൻ കഴിയില്ല അല്ലേ? ഇനി അടുത്ത ആരാണ്? ഡക്ക്. ഐ കാൺ ഫ്ലൈ. ഐ ക്യാൻ സ്വിം. എനിക്ക് പറക്കാൻ കഴിയില്ല, പക്ഷേ എനിക്ക് നീന്താൻ കഴിയും അല്ലേ? ഐ കാൺ ഫ്ലൈ. ഐ ക്യാൻ സ്വിം. ഇനി അടുത്തത് ആരാണ്? ഓസ്ട്രിച്ച് അല്ലേ? ഐ ക്യാൻ വാക്ക്. ഐ കാൺ ടോക്ക്. എനിക്ക് നടക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയില്ല. അടുത്തതാരാണ്? പാരറ്റ്. ഐ കാൺ സ്വിം. ഐ ക്യാൻ ടോക്ക്. എനിക്ക് നീന്താൻ കഴിയില്ല, പക്ഷേ എനിക്ക് സംസാരിക്കാൻ കഴിയും. തത്തയാണ് നമ്മൾ ടോക്കിംഗ് ബേർഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ തത്തയ്ക്ക് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഐ കാൺ സ്വിം. ഐ ക്യാൻ ടോക്ക്. അടുത്തതാരാണ്? പീകോക്ക്. ഐ ക്യാൻ ഡാൻസ്. ഐ കാൺ ടോക്ക്. നമുക്കറിയാം, നമ്മൾ ഡാൻസിങ് ബേർഡ് എന്ന് പറയുന്നത് ആരെയാണ്?
പീക്കോക്കിനെയാണ്. അപ്പോൾ ഐ ക്യാൻ ഡാൻസ്, ഐ കാൺ ടോക്ക്. ലെറ്റ്സ് മേക്ക് സെൻറ്റൻസസ്. ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് 3 കോളങ്ങളിലായിട്ട്. അതിൽ നിന്ന് നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ്. ക്രോ ക്യാൻ ഫ്ലൈ. ക്രോ ക്യാൻ ഫ്ലൈ, ക്രോയ്ക്ക് പറക്കാൻ കഴിയും അല്ലേ. ഡക്ക് ക്യാൻ സ്വിം, ഡക്കിന് നീന്താൻ കഴിയും. പാരറ്റ് ക്യാൻ ടോക്ക്, പാരറ്റിന് സംസാരിക്കാൻ കഴിയും. ഡക്ക് കാൺ ഡാൻസ്, പക്ഷെ ഡക്കിന് ഡാൻസ് ചെയ്യാൻ കഴിയില്ല അല്ലേ. ക്രോ കാൺ സ്വിം, ക്രോയ്ക്ക് നീന്താൻ കഴിയില്ല. ഓസ്ട്രിച്ച് കാൺ ടോക്ക്, ഓസ്ട്രിച്ചിന് സംസാരിക്കാൻ കഴിയില്ല. I will say once more. Crow can fly, duck can swim, parrot can talk, duck can't dance, crow can't swim, ostrich can't talk. All of you complete these exercises and send it to your teacher. We will see in the next class.